ഹായ് ഹലോ നമസ്കാരം. പിച്ച് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നോക്കാം. പഠിച്ചു കഴിഞ്ഞതല്ലേ, അപ്പോൾ ഏതൊക്കെ ശരിയാണ്, ഏതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, ഏതൊക്കെ നമുക്ക് കിട്ടുന്നില്ല, ഏതൊക്കെ ഒന്നുകൂടി വായിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നത്. ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. എളുപ്പമുള്ളതാണെന്ന് കരുതി നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട. പരീക്ഷാ ഹാളിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരം ചെയ്യും. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ പ്രസ്താവന രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഉറപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരനായി അറിയപ്പെടുന്നത് ആരാണ്? KM മുൻഷി, പട്ടാഭി സീതാരാമയ്യ, HN കുൻസ്രു, C രാജഗോപാലാചാരി. ആരാണ് ഔദ്യോഗിക ചരിത്രകാരൻ INCയുടെ? രണ്ടാമത്തെ ചോദ്യം, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനാര്? പൽപ്പു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. കോടതിയെ സമീപിക്കാവുന്നതാണ്. എന്ത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്ത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. എന്ത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1 3 1 4 1 2 2 3. തെറ്റായത് ഏത് ഈ പ്രസ്താവനകളിൽ എന്നാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം, ക്ഷേത്രപ്രവേശന പ്രക്ഷോഭകാലത്ത് സ്വന്തം അധീനതയിലുള്ള പാവക്കുളം ഭഗവതി ക്ഷേത്രം അധകൃതർക്കായി തുറന്നുകൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ്? കൂറൂർ നമ്പൂതിരിപ്പാട്, TR കൃഷ്ണസ്വാമി അയ്യർ, വേദബന്ധു, ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. നാലാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? യശ്പാൽ കമ്മിറ്റി, സുബ്രഹ്മണ്യൻ കമ്മിറ്റി, കൊത്താരി കമ്മിറ്റി. ഇവയൊന്നുമല്ല. ആറാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇവരാരുമല്ല. ഏഴാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് E രാമയ്യർ, ഡോക്ടർ പൽപ്പു. ഓക്കെ, പൽപ്പു എന്നാണിത്. CV കുഞ്ഞിരാമൻ. ഇവരാരുമല്ല. ഇവരൊന്നുമല്ല എതിർ മെമ്മോറിയൽ. എട്ടാമത്തെ ചോദ്യം, വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. ആരെയാണ് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എന്നാണ് ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം, അറ്റോമിക് എനർജി കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ, ആദ്യ ചെയർമാൻ എന്നല്ല, രണ്ടാമത്തെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിക്രം സാരാഭായ്, ഹോമി ജെ ഭാഭ, മേഘ്നാഥ് സാഹ. ഇവയൊന്നുമല്ല. പത്താമത്തെ ചോദ്യം, കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ധനമന്ത്രി. ഇവയൊന്നുമല്ല. എന്നിങ്ങനെ 10 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പരിശോധിക്കാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം, INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? യെസ്, പട്ടാഭി സീതാരാമയ്യ, ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത്. ശരിയാണോ? മാർഗനിർദ്ദേശക തത്വങ്ങൾ ബ്രിട്ടീഷ് ഭരണഘടനയാണോ? അല്ല. അത് എവിടെ നിന്നാണെന്ന് കമൻറ്റ് ചെയ്യൂ. അല്ലേ? ഐറിഷ് ഭരണഘടനയാണ്. അപ്പോൾ ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്.
കോടതിയെ സമീപിക്കാവുന്നതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. മൗലികാവകാശങ്ങൾ പോലെയാണോ മാർഗനിർദ്ദേശ തത്വങ്ങൾ? സമീപിക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഇത് തെറ്റല്ലേ? തെറ്റാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ മാർഗനിർദ്ദേശ തത്വങ്ങൾ? ഉണ്ട് അല്ലേ? മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഗാംബിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനകത്ത് വരുന്നതല്ലേ ഗ്രാമങ്ങളെയും പഞ്ചായത്തുകളുടെയൊക്കെ രൂപീകരണം. അപ്പോൾ ഇത് ശരിയാണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞത്. 1, 2 എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. 1, 2 ഇത് തെറ്റാ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശരി ഉത്തരം. 4ാമത്തെ ചോദ്യം, ക്ഷേത്രപ്രവേശന പ്രക്ഷോഭകാലത്ത് സ്വന്തം അധീനതയിലുള്ള പാവക്കുളം ഭഗവതി ക്ഷേത്രം അധകൃതർക്കായി തുറന്നുകൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൂറൂർ നമ്പൂതിരിപ്പാടാണ്. ഓപ്ഷൻ എ ആണ്. 5ാമത്തെ ചോദ്യം, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏത് കമ്മീഷനാണ്? കോത്താരി കമ്മീഷനാണ്. 6ാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അസാന്നിധ്യത്തിൽ ആരായിരിക്കും ആ ചുമതല വഹിക്കുന്നത്? ലോക്സഭാ സ്പീക്കറാണോ? അല്ല. പ്രധാനമന്ത്രിയാണോ? അല്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 7ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഇ രാമയ്യറാണ്. 8ാമത്തെ ചോദ്യം, വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതാരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 9ാമത്തെ ചോദ്യം, ആറ്റോമിക് എനർജി കമ്മീഷന്റെ 2ാമത്തെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. ഹോമി ജെ ബാബയുണ്ട്, വിക്രം സാരാഭായ് ഉണ്ട്. ഹോമി ജെ ബാബ എന്താണ് ആറ്റോമിക് എനർജി കമ്മീഷൻ ആദ്യ ചെയർമാൻ. 2ാമത്തേത് വിക്രം സാരാഭായ് ആണ്. 10ാമത്തെ ചോദ്യം, കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുക? തീർച്ചയായിട്ടും അത് രാഷ്ട്രപതിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നല്ല ചോദ്യമാണ്. 10 ചോദ്യങ്ങളായിരുന്നു. എത്രണ്ണം ശരിയായിട്ടുണ്ട്? ഏതൊക്കെയാണ് ശരിയായത്, ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം കുറച്ച് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.